ആവേശപ്പോരിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ തളച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 10 പേരായി ചുരുങ്ങിയിട്ടും പൊരുതി നേടിയ സമനില കൊമ്പന്മാർക്ക് ആത്മവിശ്വാസം നൽകും. ബ്ലാസ്റ്റേഴ്സ് ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്ന് ആരാധകർ. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശപ്പോരിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ തളച്ച് നോർത്ത് ഈസ്റ്റ് 10 പേരായി ചുരുങ്ങിയിട്ടും പൊരുതി നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇനി മുന്നോട്ട് പോകുക. 30-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് ബ്ലാസ്റ്റേഴ്സ് താരം ഡോലിംഗ് പുറത്തായത് തിരിച്ചടിയായിരുന്നു. നമുക്കിനി ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല കളിയായിരുന്നു. ആദ്യം തന്നെ ആ റെഡ് കാർഡ് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചനെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകളെ കുറിച്ച്, അതായത് ഇനി മുന്നോട്ട് നമുക്കിനി അവശേഷിക്കുന്ന മത്സരങ്ങൾ കുറച്ചാണ്. ഇതിലെല്ലാം തന്നെ ജയിക്കണം. അപ്പോൾ ഇത്തവണ പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കടക്കുമോ? തീർച്ചയായും. കാരണം വെച്ചാൽ ഇന്നത്തെ മത്സരം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ 5-ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നമ്മൾ 9-ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരത്തോടു കൂടി നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ കോച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഇതിലും നന്നായിട്ട് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നടന്ന മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 10 പേരെ ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ, അതായത് ശക്തമായ ടീം, ശക്തമായ താരനിരയുള്ള നോർത്ത് ഈസ്റ്റിനെതിരെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതായത് നിരവധി ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നെങ്കിലും ഫിനിഷിംഗിലെ ചെറിയ പോരായ്മകൾ ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോഴും വലയ്ക്കുന്നുണ്ട്. എങ്കിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ അവരോട് അറിയാം എന്തായിരുന്നു ഇന്നത്തെ മത്സരം, അവരെന്താണ് ഇനി ആരാധകരിൽ നിന്ന് അവരെന്ന് ടീമെന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഇതിൽ ഉഷിരോടെ അടുത്ത കളി ഉറപ്പാ. കൊൽക്കത്ത അടിച്ചു വരും. ബ്ലാസ്റ്റേഴ്സ് തിരുമ്പി വരും. ബ്ലാസ്റ്റേഴ്സ് തിരുമ്പി വരുമെന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത്. അതായത് ഇനി അവശേഷിക്കുന്ന മത്സരം സ്വന്തം തങ്ങളുടെ പ്രിയപ്പെട്ട ടീം പ്ലേ ഓഫ് കടന്ന് ഒരു ആദ്യ കിരീടം എന്ന സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങുന്നത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സ് കളിയെ പറ്റി? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല അലമ്പളിയായിരുന്നു. ആദ്യ പകുതി എങ്ങനെയായിരുന്നു? ചത്ത പോലെ കളി ജയിക്കും. ലൂണിന് പിന്നെ മഞ്ഞപ്പട ഇല്ലാത്ത 2 കളി ജയിച്ച് 1 കളി ഡ്രോ ആയി. അവൻ മഞ്ഞപ്പടനെ ഒഴിവാക്കുക. ഈ പറഞ്ഞ സാധനങ്ങൾ അടിപൊളി. ഇന്ന് നടന്ന ഗംഭീര മത്സരത്തിൽ, അതായത് ഇഞ്ചോടിഞ്ചെന്ന പോരാട്ടത്തിൽ 10 പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പൊരുതി നേടിയ ഒരു സമനിലയുടെ ആവേശം ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കൂട്ടാകും. അതായത് ശേഷിക്കുന്ന മത്സരങ്ങളിൽ മിന്നും പ്രകടനത്തോടു കൂടി അവസാന 4-ൽ ഇടം പിടിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന് ശ്രമിക്കുക. ന്യൂസ് മലയാളത്തിന് വേണ്ടി കല്ലൂരിൽ നിന്ന് ക്യാമറാമാൻ ടിബിനൊപ്പം ജോയി.